എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുരിശായ. അതായത് ഞാൻ ഇന്ന് വാഴക്കുളത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പം വളരെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അതായത് അടീനിയം എല്ലാവരും വെക്കും, സാധാരണ ചെറിയ ചട്ടിക്കകത്ത് വെച്ച് ചെറിയ രീതിയിലൊക്കെ നോക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, അതായത് ഫൈബറിൻ്റെ ഇത് ചട്ടി, അതായത് എല്ലാം ഒരു 18 സൈസൊക്കെ ഉള്ള ചട്ടിയാണ്. ആ ചട്ടിക്കകത്ത് വലുതും ചെറുതുമായ അടീനിയങ്ങൾ നിറച്ച് പൂത്തു നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അടീനിയം നല്ല വെയിലത്ത് വേണം വെക്കാൻ, നല്ല വെയിലെടുത്ത് വെക്കണം. വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ മൂട്ടിൽ കല്ല്, മിറ്റിൽ, കരി അങ്ങനെയുള്ള സാധനങ്ങളാണ് അടീനിയത്തിൻ്റെ ചോട്ടിലിടേണ്ടത്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം റീപോർട്ട് ചെയ്യണം അടീനിയം. അതിൻ്റെ തായ് വേരുകളൊക്കെ മുറിച്ച് കളഞ്ഞ് പുതിയ വേരുകൾ വരാനുള്ള ഇതൊക്കെ ചെയ്ത് കൊടുത്താലേ അടീനിയം നല്ല പൂക്കുള്ളൂ. പിന്നെ നമുക്ക് DAP-യോ പൊട്ടാഷോ എന്തെങ്കിലും പിന്നെ ഫാക്ടം 19 ഇതൊക്കെ ഒരു ശകലം എടുത്ത് കലക്കി ഒരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പൂവും ഏറ്റവും മനോഹരമായി കായ്ക്കുന്ന അടീനിയ ചെടികൾ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഹൈബ്രിഡ് അടീനിയൊക്കെ ഒരുപാട് കൊണ്ടുവന്നാലും ഇത് നാടൻ വെറൈറ്റി അടീനിയാണ്. അതിൻ്റെ പൂക്കൾ ഇതിലെ നല്ല പ്യൂർ റെഡ്, ഇത് പിങ്കിലെ റെഡ് വാർന്നത്, വൈറ്റ്, അങ്ങനെ പല കളറുള്ള അടീനിയങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പം കണ്ടാൽ അറിയാം, പല കളറുള്ള ചട്ടികൾ, നല്ല ചട്ടി, നല്ല ചെടിയും. അത് നല്ല അതിൻ്റേതായ സ്റ്റാൻഡിലൊക്കെ പിടിപ്പിച്ച് ഓരോന്നും സ്റ്റാൻഡിൽ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ വയ്ക്കണം. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. Evergreen.